നമസ്തേ. സദാശിവദർശനം ശ്ലോകം 5 നാം ഇന്ന് ചിന്തനം ചെയ്യുന്നത്. ജീവിതം ജഡങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് അധന്യമാകാതിരിക്കണമെങ്കിൽ ശിവസ്വരൂപമായ പരമസത്യം തിരയുകയും കണ്ടെത്തി ആ സത്യം താൻ തന്നെയാണെന്ന് അനുഭവിച്ചറിയുകയും വേണം. ഇതല്ലാതെ രണ്ടാമതൊരു വഴിയുമില്ല. ഇക്കാര്യമാണ് 5-ാം പദ്യം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം പദ്യം, ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്നു കൈവരുന്നതിന്നിതെന്നീ അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിന്നീ. ദൈവമേ എന്ന പദം കൊണ്ടാണ് ശ്ലോകം ആരംഭിക്കുന്നത്. ദൈവം എന്ന പദം ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. ശ്രീനാരായണ ഗുരുദേവൻ സ്വയം സാക്ഷാത്കരിച്ച് അനുഭവിച്ച പരമസത്യത്തെയാണ് ദൈവം എന്ന് സംബോധന ചെയ്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ദ്യോവിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ദൈവശബ്ദത്തിന് അർത്ഥം. ദ്യോവിന് ആകാശം എന്ന അർത്ഥമുണ്ട്. ആകാശം എന്നാൽ ഇടം, തലം എന്നൊക്കെയും അർത്ഥം. അതായത് ഏതൊരു വസ്തുവിനും നിലകൊള്ളുവാൻ ഒരിടം വേണം. അതാണ് ആകാശം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ആകാശത്തിലാണ് വായു നിലകൊള്ളുന്നത്. വായുവിൽ നിന്നാണ് അഗ്നിയുടെ ഉദയം, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആദ്യം സംഭൂതമായ ആകാശം എവിടെ നിന്നും വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മായയിൽ നിന്ന് എന്ന്. ഇനി ഈ മായ എവിടെ നിന്നും വന്നു? അതിനുത്തരം പരബ്രഹ്മത്തിൽ നിന്നും. ആ പരബ്രഹ്മ ചൈതന്യത്തെയാണ് ആദി കാരണം എന്ന് പറയുന്നത്. അതിനെയാണ് ഗുരുദേവൻ ദൈവം എന്ന് പറഞ്ഞു തരുന്നത്. അടുത്ത വാക്കാണ് ദൈവമേ നിനയ്ക്ക. നിനയ്ക്ക എന്നാൽ അവിടുന്ന് അറിയുക. ഹേ ഭഗവൻ, ഈയുള്ളവനെ അവിടുന്ന് അറിയുന്നുവല്ലോ. എന്താണ്? നീയും ഞാനും ഒന്ന് തന്നെ എന്ന്. ഞാനും നീയും, അതായത് ഭക്തനും ഭഗവാനും ഒന്നു തന്നെയാണെന്ന് അറിയുന്ന അവസ്ഥ. അങ്ങും ഈ ഭക്തനും ഒരേ ബ്രഹ്മവസ്തു തന്നെ എന്ന അറിവ്. അദ്വൈത അനുഭവത്തിലേക്ക് ചെന്നെത്തുവാൻ മാർഗദീപകം ആകുകയാണ് ഇവിടെ ഈ വാക്കുകളിലൂടെ. ഒന്നു തന്നെയാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഭക്തനും ഈശ്വരനും ഒന്നു തന്നെയാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അതിനാണ് ആരായണം, ആരായുക, അന്വേഷിക്കുക. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുക, എവിടെ നിന്നും വന്നു എന്ന് അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ചെത്തുമ്പോൾ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നു എന്ന ഉത്തരം ലഭിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ എത്തി? അച്ഛൻ്റെ ബീജവും അമ്മയുടെ രക്തവും കൂടിച്ചേർന്ന്. ബീജവും രക്തവും എവിടെ നിന്ന്? അത് അന്നം മുഖേന ഉണ്ടായി. അപ്പോൾ അന്നം എവിടെ നിന്നാണ്? മഴയിൽ നിന്നുണ്ടായി. മഴ എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് അഗ്നിയിൽ നിന്ന് എന്ന ഉത്തരം. അഗ്നി എവിടെ നിന്നാണ്? വായുവിൽ നിന്ന്. വായു ആകാശത്തിൽ നിന്ന്. ആകാശം മായയിൽ നിന്ന്. മായ പരബ്രഹ്മത്തിൽ നിന്ന്. ഇവിടെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ ആശയം വ്യക്തമാക്കപ്പെടുന്നത്. ഉപനിഷത്തുകളിൽ ഉള്ള 4 മഹാവാക്യങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഋഗ്വേദീയമായ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഒരു നിർവചന വാക്യമാണ്. അറിവാണ് ബ്രഹ്മം. ചാന്തോഗ്യോപനിഷത്തിൽ ഉപദേശവാക്യമായി പറയുന്നു തത്വമസി, തത് ത്വമസി. ആ അറിവ്, ആ ബ്രഹ്മം നീ തന്നെയാണ് എന്നുപദേശിക്കുന്നു. അത് അനുസന്ധാനവാക്യമായി, ജ്ഞാനവാക്യമായി എടുക്കുന്നു. അയം ആത്മാ ബ്രഹ്മ എന്ന് മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നു. എൻ്റെ ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ് എന്ന്.
അതിനുശേഷം അത് അനുഭവവാക്യമാകുന്നു യജുർവേദീയമായ മഹാവാക്യമായ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിലൂടെ. ഈ തിരിച്ചറിവിലേക്ക് ഉയർന്ന് കൈവരുന്നതിന്നിതെന്നി അടിയനില്ല കാക്ഷിതം. കൈവരുന്നതിന്നിതെന്ന് ഞാനും ഈശ്വരനും ഒന്നു തന്നെയാണ് എന്ന അറിവ് കൈവരുന്നത് അനുഭവിച്ചറിയണം എന്നതിൽ കവിഞ്ഞ്, അതായത് ഞാൻ എന്നാൽ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം തന്നെയാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുക എന്നതിൽ കവിഞ്ഞ്, ഞാൻ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ നമുക്ക് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തരുന്നു, തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാൺക, പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരം തരേണം എന്ന്. നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ. നമ്മൾ ശരീരാഭിമാനിയായി മാത്രം ജീവിക്കുന്ന നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എല്ല്, തോല്, മജ്ജ, മാംസം, ശുക്ലം, ശോണിതം തുടങ്ങിയ സ്ഥിരമാറുന്ന ഒരു ഉടമ്പാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരം പൊലിയുമിതന്യ, ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്ന ഒന്നാണ്. ആ പൊലിഞ്ഞു പോകാവുന്ന ശരീരത്തെ ചൈതന്യവത്താക്കുന്ന, പൊലിഞ്ഞു പൂർണ്ണമാകുന്ന വലിയ ഒരു അഹന്തയുണ്ട്, ഒരു ചൈതന്യമുണ്ട് അതിനകത്ത്. ഈ ജഡമായ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന പരമമായ ചൈതന്യം, ആ ചൈതന്യത്തെ തിരിച്ചറിയണം. അതിനെയാണ് വലിയൊരഹന്ത. സർവ്വതിലും നിലകൊള്ളുന്ന ചൈതന്യം, ഒരേ ഒരു ചൈതന്യത്തിൻ്റെ അംശമാണ്, അതിൻ്റെ ഭാഗമാണ് ഞാനും എന്ന ഈ വലിയ തിരിച്ചറിവുണ്ടാകണമെന്ന് ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു. ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിക, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഞാനെന്ന ഭാവം തോന്നാതെ അഖിലവും ഞാനെന്ന ഭാവം തോന്നണം എന്ന് ഈ ഒരു അറിവിലേക്ക് എത്തിക്കുകയാണ് മഹാഗുരുക്കന്മാരെല്ലാം നമ്മളെ. ഭഗവാൻ നമ്മോട് പറയാണ്, കൈവരുന്നതിന്നിതെന്നി അടിയനില്ല കാക്ഷിതം. ഈ തിരിച്ചറിവിലേക്ക് എത്തുക എന്നതല്ലാതെ അടിയന് മറ്റൊരു കാക്ഷിതവുമില്ല, ആഗ്രഹവുമില്ല. ഈ ഭക്തദാസന് മറ്റൊരു ആശ്രയവും ഇല്ല, ആഗ്രഹവും ഇല്ല എന്നർത്ഥം. ശൈവമൊന്ന് ഒഴിഞ്ഞ് മംഗളസ്വരൂപമായ പരമസത്യത്തെ കണ്ടെത്തുകയല്ലാതെ, ഈശ്വര സാക്ഷാത്കാരം നേടുകയല്ലാതെ, ഇവിടെ ശൈവം എന്ന പദത്തിന് ബ്രഹ്മം, മാർഗം എന്ന അർത്ഥം ശ്രദ്ധേയമാണ്. മംഗളസ്വരൂപിയായ പരമാത്മാവിനെ സംബന്ധിച്ച വാക്യമാണ് ശൈവം എന്നുള്ളത്. ശൈവമൊന്നൊഴിഞ്ഞ് പരമാത്മ ചൈതന്യ പ്രാപ്തി നേടുക എന്നതിൽ കവിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കില്ലേ. മറ്റുമുള്ളതൊക്കെ, ശൈവമല്ലാതെ മറ്റു ജീവിതത്തിൽ നമ്മൾ തേടുന്ന മാർഗങ്ങളെല്ലാം തന്നെ ജനിച്ചും മരിച്ചും പല പല ലോകങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ദുഃഖിച്ച് കഴിയാനുള്ള മാർഗങ്ങൾ മാത്രമാണ് എന്നറിഞ്ഞ് ഭൗതിക നേട്ടങ്ങളോ അതിലുപരി ഏറ്റവും വലിയ നേട്ടമായ സ്വർഗം തന്നെയോ ലഭിച്ചാലും അതൊന്നും തന്നെ ശാശ്വതമല്ല എന്ന് ഞാൻ അറിയുകയാണ്. അതായത് കർമ്മം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് സ്വർഗം. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് സ്വർഗം ലഭിക്കുക. അപ്പോൾ കർമ്മം കൊണ്ട് ലഭിച്ചതെല്ലാം അനിത്യമാണ്. നിത്യസത്യം ഒരിക്കലും കർമ്മത്താൽ നേടാവുന്നതുമല്ല. നമ്മൾ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്ത് സ്വർഗപ്രാപ്തി ലഭിച്ചാലും ആർജിച്ച പുണ്യം തീരുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. പുണ്യം തീരുമ്പോൾ ക്ഷയിച്ച് ഭൂമിയിലേക്ക് പതിക്കേണ്ടി വരുമെന്നർത്ഥം. കഠോപനിഷത്തിൽ നചികേതസിലൂടെ യമഭഗവാൻ ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നചികേതസിന്. അപ്പോഴ് ശൈവമൊന്നൊഴിഞ്ഞ് എന്ന ഈ പ്രയോഗം വരുന്നത് കൊണ്ട് ഗുരുദേവൻ ഒരു ശൈവ സിദ്ധാന്തിയാണ് എന്ന് പറയുന്നവരുമുണ്ട്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ അതിപ്രാചീനമായ സനാതനധർമ്മ സംസ്കൃതിയിൽ രണ്ട് സമ്പ്രദായമാണുള്ളത്, സിദ്ധാന്തമെന്നും വേദാന്തമെന്നും. ഭാരതത്തിലെ സകല സന്യാസി പരമ്പരകളും ഋഷി പരമ്പരകളും ആശ്രമങ്ങളും എല്ലാം ഈ രണ്ട് സമ്പ്രദായത്തിൻ്റെ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നവയാണ്. അത് ഒന്ന് അദ്വൈത വേദാന്തവും രണ്ടാമത്തത് സിദ്ധാന്തവും. വേദാന്തമെന്നും സിദ്ധാന്തമെന്നുമുള്ള ഈ രണ്ട് സമ്പ്രദായങ്ങളിൽ വേദാന്തത്തിൽ വരുന്നത് അദ്വൈത വേദാന്തത്തിന്റെ പഠനം, അതായത് ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയുടെ പഠനം നാരായണൻ, പത്മഭുവൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാൽ വികസിപ്പിച്ചെടുത്ത അദ്വൈത വേദാന്ത സമ്പ്രദായവും തിരുവള്ളുവർ, തിരുജ്ഞാന സംബന്ധർ, അപ്പർ, സുന്ദരമൂർത്തി നായനാർ തുടങ്ങിയ സിദ്ധന്മാരാൽ വികസിപ്പിച്ചെടുത്ത സിദ്ധാന്ത സമ്പ്രദായവും. ഈ രണ്ട് സമ്പ്രദായങ്ങളെയും സമന്വയിപ്പിച്ച ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നറിയണം. അദ്വൈത വേദാന്തിയായ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾക്ക് ശൈവമായാലും ശക്തേയമായാലും വൈഷ്ണവമായാലും ഗാണപത്യമായാലും എല്ലാം ഒന്ന് തന്നെയാണ് എന്നറിയണം. ഭഗവാൻ കൂടുതൽ സ്തോത്രകൃതികൾ രചിച്ചതും പ്രതിഷ്ഠകൾ നടത്തിയതും ശിവസംബന്ധമാണ് എന്നതിന് സംശയമില്ല. ശിവപദത്തിന് മംഗളസ്വരൂപി എന്ന അർത്ഥം എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഗുരുദേവൻ അവതരിച്ച കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ സാത്വിക ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു വലിയ ജനതയായിരുന്നു. അവിടെ ഗുരു ലാളിത്യത്തിന്റെ പ്രതീകമായുള്ളതും സാധാരണ ജനവിഭാഗത്തിന് ഒരല്പമെങ്കിലും പരിചിതമായ ദേവതാ സങ്കല്പം എന്ന നിലയിലും ശിവപ്രതിഷ്ഠകൾക്ക് പ്രാധാന്യം നൽകിയതായിരിക്കണം. ഏതായാലും ജനന മരണ സംസാര ചക്രം തിരിയുന്നത് അല്ലെങ്കിൽ തിരിക്കുന്നത് അതിൻ്റെ ചാലകശക്തി അവിടുന്ന് തന്നെയാണല്ലോ ദൈവമേ. അതിൽ ഈയുള്ളവന്റെ കർമ്മങ്ങൾ തീർച്ചപ്പെടുത്തിയതും അവിടുന്ന് തന്നെയല്ലോ ദൈവമേ. ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നു, കടലിലെഴും തിരമാല പോലെ കായമോരോന്നുടനുടനേറിയുയർന്നമർന്നിടുന്നു, മുടിവിരിനെങ്ങു മൂലസംവിത് കടലിലജസ്രവുമുള്ള കർമ്മമത്രേ. ചുരുക്കത്തിൽ ഈശ്വരന്റെ ഹിതമനുസരിച്ച് ലഭിച്ച ഈ ജീവിതം അവിടുത്തെ തീരുമാനങ്ങൾ വിജയിപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചു തീർക്കുവാൻ അനുഗ്രഹിക്കണമേ ഭഗവാനെ. ഇതെല്ലാം സർവശക്തനായ ഈശ്വരന്റെ ലീലകൾ തന്നെയാണല്ലോ. 5-ാം ശ്ലോകത്തിന്റെ ആശയം ഒന്നുകൂടി ക്രോഡീകരിച്ച് പറയുമ്പോൾ, അല്ലയോ ഭഗവാനെ, അവിടെ നിന്നറിയുക, അങ്ങും ഈ ഭക്തനും ഒരേ ബ്രഹ്മവസ്തു തന്നെ എന്ന്. ഈ അനുഭവം ഉണ്ടാകുന്നതിൽ കവിഞ്ഞ് മറ്റൊരാഗ്രഹവും ഈ ഭക്തനില്ല. മംഗളസ്വരൂപമായ പരമസത്യത്തെ കണ്ടെത്തുകയല്ലാതെ സ്വർഗപ്രാപ്തി തുടങ്ങിയ ഭൗതിക കാമങ്ങൾ കൊതിക്കുന്നതൊക്കെ ജനിച്ചും മരിച്ചും പല ലോകങ്ങളിൽ ദുഃഖിച്ചു കഴിയാനുള്ള മാർഗം മാത്രമാണ്. ആലോചിച്ചാൽ അതും ഒക്കെ അങ്ങയുടെ കളി തന്നെയാണ്. സദാശിവ ദർശനത്തിന്റെ 5-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരം സമാപിക്കുകയാണ്. എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു.